തിരുവനന്തപുരം SIT ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ വൈദ്യുതി തടസ്സത്തിന് പരിഹാരം 3 മണിക്കൂറിന് ശേഷം വൈദ്യുതി പുനഃസ്ഥാപിച്ചു. ട്രാൻസ്ഫോമർ തകരാറിലായതാണ് കാരണം. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കമ്മീഷൻ അംഗം സുനന്ദ ആശുപത്രി സന്ദർശിച്ച് റിപ്പോർട്ട് നൽകണം. വൈദ്യുതി തടസ്സപ്പെട്ടത് അന്വേഷിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. 2 വകുപ്പിലെ ഉദ്യോഗസ്ഥരും ഇവിടെ ഉണ്ട്. അവർ 2 കൂട്ടരും ഇവിടെ തന്നെ വന്നു നിന്നുകൊണ്ട് അതിൽ പ്രവർത്തിച്ചു. അപ്പോൾ താൽക്കാലികമായിട്ട് അതിലൊരു LT പാനലിലും ഡാമേജ് ഉണ്ടായി എന്നുള്ളതാണ് PWD ഇലക്ട്രിക്കൽ വിഭാഗം പറഞ്ഞത്. അത് എന്തു തന്നെയായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കറണ്ട് വരിക എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് ഏത് വിധേനയും കറണ്ട് എത്തിക്കണമെന്നുള്ളത് ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പാരലലായിട്ട് ജനറേറ്റർ കൊണ്ടുപോകും. അപ്പോൾ നിലവിൽ ഇത് സംബന്ധിച്ച് അതായത് സാങ്കേതിക വിദഗ്ധരുടെ സമഗ്രമായ അന്വേഷണം നടത്തുന്നതാണ്. അതായത് കാരണം നമുക്ക് ബാക്കപ്പ് ജനറേറ്റർ ഉണ്ട്. പവർ സപ്ലൈ പോയാൽ ബാക്കപ്പ് ജനറേറ്റർ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ ഉള്ള സാധാരണ ഉണ്ടാകേണ്ടതായിട്ടുള്ള ഒരു സംവിധാനം നമ്മുടെ ആശുപത്രിയിലുണ്ട്. പക്ഷെ അത് ആ ബാക്കപ്പ് ജനറേറ്ററിന് സംഭവിച്ച പ്രശ്നം എന്താണ് എന്നുള്ളത് കൂടി സമഗ്രമായി പരിശോധിക്കാൻ വളരെ ഗൗരവത്തോടെയാണ് സർക്കാർ ഇത് കാണുന്നത്. ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഹരികൃഷ്ണൻ, 3 മണിക്കൂർ SIT ആശുപത്രിയിലെ രോഗികളും കൂട്ടിരിപ്പുകാരും അക്ഷരാർത്ഥത്തിൽ വലിയ പ്രതിസന്ധിയാണ് നേരിട്ടത്. നിലവിൽ ആ സാഹചര്യത്തിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങൾ, ഒപ്പം മറ്റ് പുതിയ വിവരങ്ങളും? പ്രവത ഈ 3 മണിക്കൂറിനൊടുവിൽ 3 മണിക്കൂറിന് ആശങ്കയിലൊടുവിലാണ് ഇത്തരത്തിൽ SIT ആശുപത്രിയിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി മാറുന്നത്. അതായത് ഈ 3 മണിക്കൂർ ഇത്തരത്തിൽ വൈദ്യുതി ബന്ധം തടസ്സപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത് സാങ്കേതിക തടസ്സങ്ങളാണ്. അതായത് SITയിലേക്ക് മാത്രം ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്, ഒരു പവർ സപ്ലൈ അവിടെ നിന്നാണ് എടുക്കുന്നത്. അത് ഒരു ഇൻഡോർ ട്രാൻസ്ഫോമർ സിസ്റ്റമാണ്. അതിനകത്ത് നിന്നും ആണ് ഇവിടേക്ക് പവർ സപ്ലൈ ഉണ്ടാകുന്നത്. പക്ഷേ അത് ഇന്ന് തകരാറിലായി. അതായത് 2 ദിവസത്തിന് മുമ്പ് തകരാറിലായി. അതിനുശേഷം ജനറേറ്ററിലാണ് അത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. 2 ദിവസമായ ജനറേറ്ററിലാണ് ഈ ആശുപത്രിയിലെ എല്ലാ യൂണിറ്റുകളിലേക്കും കറണ്ട് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. അതും തകരാറായതിനു ശേഷമാണ് ഇത്തരത്തിലേക്ക് ഒരു സംഭവം, ഈ വൈദ്യുതി തടസ്സം ഉണ്ടായത് എന്നുള്ളതാണ്. അത് കൂട്ടിരിപ്പുകാരെയും രോഗികളെയും അടക്കം ആശങ്കയിലാക്കി എന്നുള്ളതാണ്. ഇത് പിന്നീട് ഉന്നതതല ഇടപെടൽ, മന്ത്രിതല ഇടപെടലൊക്കെ ഉണ്ടായി എന്നുള്ളതാണ്. ഇപ്പോൾ ആരോഗ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടിരുന്നു. ആരോഗ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ വിശദീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് ഈ സമഗ്ര സാങ്കേതിക സമിതി. അതായത് ഈ SIT ആശുപത്രിയിലേക്ക് സ്ഥിരമായി എങ്ങനെയാണ് ഈ സപ്ലൈ എങ്ങനെയാണ് പവർ സപ്ലൈ ഉണ്ടാകുന്നത്, അത്തരത്തിലൊരു വീഴ്ച ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നുള്ളത് പരിശോധിക്കാൻ നേരത്തെ തന്നെ ഈ ജോയിന്റ് ഡയറക്ടർ അടക്കമുള്ള ആശുപത്രി അധികൃതർ ഈ സാങ്കേതികത്വം മാത്രമാണ് വിശദീകരിച്ചത്. മാത്രമല്ല നമ്മൾ കണ്ടതാണ് ഈ പരസ്പരം വകുപ്പുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചേരുന്ന കാര്യങ്ങളൊക്കെ കണ്ടതാണ്. ഇതിനൊരു ഉത്തരവാദി ആശുപത്രിയാണെന്നും അതേപോലെ മെഡിക്കൽ കോളേജ് അധികൃതരാണെന്നും ഈ വൈദ്യുതി വകുപ്പാണെന്നും ഒക്കെ പറഞ്ഞ് പഴിചേരുന്നത് കണ്ടതാണ്. ഇതിൽ കൃത്യമായ ഒരു വിശദീകരണം ആ ഘട്ടത്തിലൊന്നും നൽകിയിരുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് ഈ ഉന്നതരുടെ ഇടപെടലിന് ശേഷമാണ് ഇത്തരത്തിലൊരു കാര്യങ്ങളൊക്കെ വ്യക്തമായി വരുന്നത്. എന്തായാലും ആരോഗ്യമന്ത്രി പറയുന്നത് ഈ ബദൽ ക്രമീകരണം ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരുന്നു എന്നുള്ളതാണ്. ഈ KSEB ജോലി നടക്കുന്ന കാര്യം നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. അതിൽ ബദൽ ക്രമീകരണം ഒരുക്കിയിരുന്നതാണ്. പക്ഷേ ആ ബദൽ ക്രമീകരണത്തിൽ ഇത്തരത്തിലൊരു തകരാറ് സംഭവിച്ചപ്പോഴാണ് ഇത്തരത്തിൽ വൈദ്യുതി തടസ്സം ഉണ്ടായത് എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി നൽകുന്ന വിശദീകരണം. അതിനോടൊപ്പം തന്നെ ഈ ഗോൾഡൻ ജൂബിലി ബ്ലോക്ക്, അത് അവിടെയാണ് ഈ IC ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉള്ളത്. അവിടെ വൈദ്യുതി മുടങ്ങിയിരുന്നില്ല എന്നും പറയുന്നുണ്ട്. ഈ ഏത് വിധേനയും ഇലക്ട്രിസിറ്റി എത്തിക്കണമെന്ന് ഇത് മുടങ്ങിയപ്പോൾ തന്നെ നിർദ്ദേശം നൽകിയതാണ്. പക്ഷേ സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അത് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി വിശദീകരിക്കുന്നത്. അപ്പോഴും ഈ സമഗ്ര സാങ്കേതിക സമിതി ഇത് അന്വേഷിക്കുമെന്നും അതിലൊരു പരിഹാരം ഉണ്ടാക്കുമെന്നും ഇനി ഒരു കാരണവശാലും ഇത്തരത്തിൽ ആശുപത്രികളിൽ ഇത്തരത്തിലൊരു വീഴ്ച ഉണ്ടാകില്ല, പ്രത്യേകിച്ച് SITയിൽ ഒരു വീഴ്ച ഉണ്ടാകില്ല എന്നും മന്ത്രി ഉറപ്പ് നൽകുന്നുമുണ്ട്. പ്രവിത, ഹരികൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.